പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തതാഴ്ച. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ രക്തതാഴ്ച, യേശുവിൻ്റെ രക്തതാഴ്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, 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 സ്തോത്രം. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹമേറിയ ഈ മധ്യാഹ്ന വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കണ്ണം ദൈവമായ കർത്താവ് നമുക്കൊരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ അനേകായിരങ്ങൾ ഈ ലോകത്തിൻ്റെ പിന്നിലൂടെ കടന്നു പോകുന്ന ചില നിമിഷങ്ങളാണിത്. എന്നാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന നിമിഷങ്ങളെല്ലാം അത് കർത്താവിന് വേണ്ടി തന്നെ ചെലവഴിക്കണം പ്രിയരെ. ലോകത്തിൽ നമുക്ക് പ്രശംസിപ്പാൻ കർത്താവിൻ്റെ ക്രൂസ് അല്ലാതെ മറ്റൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ദൈവമക്കളെ, ഇതിനൊക്കെയും തരണം ചെയ്യുവാൻ സ്വർഗീയ കൃപ നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥന എന്ന കവചം നാം ധരിച്ചെങ്കിലേ ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശത്രുവായവൻ ഏതെങ്കിലും വിധത്തിൽ നമ്മെ അവൻ്റെ പിടിയിലൂടെ അകപ്പെടുത്തുവാനായി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലെ, ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനയോടെ, പാട്ടുകളോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവിൽ നിന്നും വൻ കാര്യങ്ങളെ പ്രാപിക്കുവാൻ, അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകും എന്നത് ഞാൻ ഈ സമയം ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ അല്പനിമിഷം തിരുവചനമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ അഡ്മിന്മാർക്കും പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മറ്റും കർത്താവിൽ അനുഗ്രഹീത ദാസന്മാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഇന്ന് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ 1-2 ലൈനുകൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പാട്ട് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ പാട്ട് പാടുവാൻ ഒരു കാരണമുണ്ട്. എൻ്റെ പ്രിയ പിതാവ് സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന കാലത്ത് എല്ലാ സ്റ്റേജുകളിലും ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് അനുഗ്രഹമായിരുന്നു, അനേകർക്ക് അനുഗ്രഹമായി മാറിയ ഒരു ഗാനമാണിത്. ഞാൻ പാടിയിട്ടില്ല. സത്യത്തിൽ ഞാനിത് ആദ്യമായിട്ട് പാടാൻ ഞാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ശരിക്കും പാടുവാൻ അറിയത്തില്ല. എങ്കിൽ പോലും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക സ്വർഗം ഈ ഗാനത്തിലൂടെ നമ്മളെല്ലാവരെയും സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാൻ, ഏതനിലാദം ചെയ്ത പാപം ആകെ പോക്കുവാൻ, വേദനയേറ്റൻ യേശുനാഥൻ യാഗമായിതോ, വേദനയേറ്റൻ്റെ യേശുനാഥൻ യാഗമായിതോ, കാൽവരി മാമല മുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ, മൂന്നാടി പൊങ്ങിയത് തൂങ്ങിടും അയ്യോ, മൂന്നാടി മേൽപ്പുമേനിയിത തൂങ്ങിടും അയ്യോ,
മണ്ണിലും വിണ്ണിലും മധ്യയായി തൂങ്ങിടും നിതാ. മണ്ണിലും വിണ്ണിലും മധ്യയായി തൂങ്ങിടും നിതാ. കാൽവരി മാമലാമുകളിൽ കാൺമതെന്തഹോ ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. എറ്റു വീണിടും ദിനം പാപശാന്തിക്കായി. എറ്റു വീണിടും ദിനം പാപശാന്തിക്കായി. ഒറ്റിത്തൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ. ഊറ്റിത്തൻ രക്തം ആ സകലം ഏഴയ്ക്കായഹോ. കാൽവരി മാമലാമുകളിൽ കാൺമതെന്തഹോ. കാൽവരി മാമലാമുകളിൽ കാൺമതെന്തഹോ ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. മൂന്നടിമേൽ പുമേനിയിതാ തൂങ്ങിടും നയ്യോ. മൂന്നടിമേൽ പുമേനിയിതാ തൂങ്ങിടും നയ്യോ. മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നയ്യ. മണ്ണിലും വിണ്ണിലും മധ്യമായി തൂങ്ങിടും നിതാ. കാൽവരി മാമലാമുകളിൽ കാൺമതെന്തഹോ. കാൽവരി മാമലാമുകളിൽ കാൺമതെന്തഹോ ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. ദേവകുമാരനൻ്റെ പേർക്കായി തൂങ്ങിടും നിതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ആദ്യമായിട്ട് പാടിയൊരു പാട്ടാണ് ഇതെനിക്ക്. എൻ്റെ ഡാഡി മരിക്കുന്നതിന് മുമ്പ് എല്ലാ സ്റ്റേജുകളിലും അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നു. ഇതിന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ പാട്ട് എഴുതിയെടുക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഹല്ലേലൂയ യാഗമായി തീർന്നത് പ്രിയരെ ഓരോ നിമിഷങ്ങളും നാം അത് സാക്ഷ്യമായി പ്രസ്താവിക്കുന്നുവെങ്കിൽ, യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക്, യേശുവിനെ അറിയാത്ത ഒരു ഹൃദയത്തിന് പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. മൂന്നാണിമേൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് തൂങ്ങപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെയും എൻ്റെയും പാപത്തിന് പരിഹാരമായി, പ്രൈസ് ദി ലോർഡ് നമ്മുടെ മേൽ വെച്ചിരുന്ന ശാപത്തിന് പരിഹാരമായി, പ്രൈസ് ദി ലോർഡ് കാൽവരിയുടെ ഉന്നതങ്ങളിൽ കർത്താവ് കൈകാലുകളെ വിരിച്ചവനാണ്. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ 2021 വർഷങ്ങൾക്ക് മുന്നേ ഹല്ലേലൂയ ദൈവമക്കളെ നടന്ന ആ മഹാസംഭവം നാം ഇന്നും പ്രസ്താവിക്കുമ്പോൾ ദൈവ പൈതലേ ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമാണ്, അനേകർക്ക് സമാധാനമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ഉയർത്തി കാണിക്കുവാൻ ദൈവ പൈതലേ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് കർത്താവിന് വേണ്ടി തന്നെ നാം ചെലവഴിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ വചനത്തെ നാം ഹല്ലേലൂയ ഉയർത്തി കാണിക്കുമ്പോൾ നമ്മെ ഉയർത്തുവാൻ സർവശക്തൻ ഹല്ലേലൂയ മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവമക്കളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ എന്നോട് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അത് പരിഹരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, മധ്യാഹ്നത്തോട് അടുത്തിരിക്കുന്ന ഈ വേളയിൽ അപ്പച്ചൻ്റെ വചനമായി കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം.
എത്രയോ അനേകായിരങ്ങൾക്ക് ലഭിക്കാത്ത ഒരു മഹൽ ഭാഗ്യമാണ് കർത്താവെ. എൻ്റെ അപ്പനെ, എൻ്റെ പിതാവിനെ ഹല്ലേലൂയ ഉയർത്തി കാണിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമേറിയ ഈ സമയത്തിനായി ഞങ്ങളെന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. വചനം കേൾക്കുവാൻ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ജനഹൃദയങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടു കൂടി ആയിരിക്കുന്ന ആരെങ്കിലും അടിയനെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ തൊടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ആദ്യോടെന്താ പരിപാലിച്ചാട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്ന് അങ്ങ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറച്ചുകൊള്ളണമേ അപ്പ. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അല്പനിമിഷം ഒരു വലിയ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചെറിയ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നമുക്ക് ഹല്ലേലൂയ ഒരു വേദഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനിവിടെ വായിച്ച് ചില 1-2 നിമിഷങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കാം. കർത്താവ് നിങ്ങളോട് ഇടപെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாக இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகை சமீபமாயிருக்கிற நாட்கள் இதா. அவருடைய வருகைக்காக நாம் ஒவ்வொருத்தரும் ஆயத்தமாய் இருக்க வேண்டியதா மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் ஹல்லேலூயா அது வெகு சீக்கிரமாக உண்டு பிரியரே. ഹല്ലേലൂയ. അവരുടെ വരികയ്ക്കാக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டும். பிரைஸ் தி லார்ட். அக்கால சத்தத்துக்கு முன்பதாக கர்த்தருடைய பிள்ளைகளை கைவிடப்பட்டு போகாதபடி ஹல்லேலூயா ஒவ்வொரு நிமிடமும் அவருடைய வருகைக்காக நாம் ஆயத்தமாய் இருப்போம். 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் வாசம் பண்ணுவேன் என்று சொன்ன தேவாதி தேவன் அல்லவா. ஹல்லேலூயா. பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தருடைய வசனம் என்ன சொல்லுகிறது? என்னை நோக்கி கூப்பிடு, நான் உனக்கு மறு உத்தரவு அருளி செய்வேன் என்று சங்கீதம் 91-ஆம் சங்கீதத்தில் இப்படியாக சொல்லப்படுகிறது. என்னை நோக்கி கூப்பிடு. பிரைஸ் தி லார்ட். கர்த்தருடைய பிள்ளைங்களே, முன்பே தேவனோட ராஜ்யத்தையும் நீதியையும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று சொன்ன தேவாதி தேவன் அவருடைய சமூகத்தில் வருவோமா? பிரைஸ் தி லார்ட். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളെ ഞാനിവിടെ വായിക്കട്ടെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, പ്രൈസ് ദി ലോർഡ്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ എതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ തൻ്റെ വഴിയാത്രയിൽ താൻ വളരെ ദൂരം യാത്ര ചെയ്ത് അന്തിമയങ്ങിയ ആ സമയം തനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, തൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ അരികിലേക്ക് താൻ കടന്നു പോകുന്നു. അവിടെ ചെന്ന് തൻ്റെ സ്നേഹിതനോട് അവിടെ ചെന്നപ്പോൾ ആ ഭവനത്തിലായിരുന്ന സ്നേഹിതൻ എന്താ ചെയ്തെന്നറിയാമോ? താൻ വിചാരിച്ചു, അയ്യോ, വന്ന സ്നേഹിതനെ പോറ്റുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ എൻ്റെ കൈവശം ഒന്നുമില്ലല്ലോ. ആകയാൽ എൻ്റെ മറ്റൊരു സ്നേഹിതൻ അടുത്ത് താമസമുണ്ട്, ആ ഭവനത്തിലേക്ക് പോയി ഒരു 3 അപ്പം കടം ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ കഥകിൽ താൻ മുട്ടുമ്പോൾ, പ്രിയരെ, എന്താണ് ആ ഭവനത്തിലായിരുന്ന സ്നേഹിതൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. താൻ പറയുന്നത്, അയ്യോ, ഞാൻ കതകടച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ കതകടച്ചു പോയി, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. മറ്റൊന്ന്,
എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ 3 റീസണാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, താൻ പറഞ്ഞത് ഞാൻ കഥ കടച്ചു പോയി, ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുകയില്ല. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പൈതങ്ങളും എന്നോടൊപ്പം ഉറങ്ങുകയാ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ഇവിടെ സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹിതൻ ഹല്ലേലൂയ താൻ മുട്ടിക്കൊണ്ടേയിരുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുവാൻ കിടന്ന ഈ സ്നേഹിതനോ താൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ എൻ്റെ സ്നേഹിതന് എന്നെ വിട്ടാൽ ഇനി മറ്റാരാ ഉള്ളത്? അയ്യോ, ഞാൻ അവന് കൊടുത്തില്ലെങ്കിൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവൻ എങ്ങനെ വന്ന ആ സ്നേഹിതനെ അവൻ സ്വീകരിക്കാൻ കഴിയും? ആകയാൽ ഇല്ല, ഞാനിങ്ങനെ കാണിക്കുന്നത് ശരിയില്ല, അവന് കൊടുക്കണം എന്ന് വിചാരിച്ച് ഉറങ്ങുവാൻ കിടന്ന ആ സ്നേഹിതൻ എഴുന്നേറ്റ് വന്ന, പ്രിയരെ, തനിക്ക് ഹല്ലേലൂയ താൻ കേട്ടിരുന്നത് 3 അപ്പമാണ്, എന്നാൽ തനിക്ക് ലഭിച്ചത് വേണ്ടുവോളം ലഭിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഹല്ലേലൂയ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ഇവിടെ 3 അപ്പം കടം ചോദിച്ചവന് വേണ്ടുവോളം നൽകുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതിന്റെ ആത്മീക അർത്ഥം എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ താൻ മുട്ടിക്കൊണ്ടേയിരുന്നു എന്നാണ് നാം കാണുന്നത്. എന്താണ് താൻ മുട്ടിക്കൊണ്ടേയിരുന്നത്? ദൈവമക്കളെ, ഇന്ന് അനേകരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങും, പക്ഷേ അവർ പ്രാർത്ഥിച്ച് മറുപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് വന്ന് പറയും, പക്ഷെ അവർ കടന്നു പോകും. എന്നാൽ യഥാർത്ഥ ഒരു ദൈവവൈതന്റെ അവസ്ഥ എന്താണ്? അവൻ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുവോളം താൻ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാ ഒരു ദൈവവൈതന്റെ അവസ്ഥ. ഹല്ലേലൂയ. താൻ കാത്തിരിക്കണം മറുപടിക്കായി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇടവിടാതെ പ്രാർത്ഥിക്കണം, മുട്ടിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരനെ, സഹോദരിയെ, അനേക പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, നിരാശയോടെ കഴിയുന്ന എത്രയോ പേരെ എനിക്ക് കാണുവാൻ കഴിയുന്നു. സഹോദര, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക, ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് പോവുക, അവിടെ ഇവിടെ ഓടി നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. മറിച്ച് നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെ കണ്ട് അധൈര്യപ്പെടുവാനല്ല ഒരു യഥാർത്ഥ പൈതൽ ചെയ്യേണ്ടത്. ദൈവ പൈതലേ, നാം ഹല്ലേലൂയ മുട്ടിന്മേൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, മുട്ടിന്മേൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. നമ്മുടെ നിലവിളിക്ക് മുൻപിൽ, നമ്മുടെ യാചനകൾക്ക് മുൻപിൽ മറുകടക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ശ്രേഷ്ഠ പിതാവ് നിന്ന്, മകനേ, മകളെ, നിനക്ക് എന്താണ് ആവശ്യം? നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ പ്രയാസം എന്താണ്? നിന്റെ വിഷമസന്ധി എന്താണെന്ന് നമ്മളോട് അന്വേഷിക്കുന്ന, നമ്മളോട് ആരാഞ്ഞറിയുന്ന, നമ്മളോട് ചോദിക്കുന്ന, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? കഷ്ടതയുടെ നടുവിലും പ്രൈസ് ദി ലോർഡ് നമ്മളെ ഹല്ലേലൂയ തല നിമിർന്ന് നിൽക്കുവാൻ ഇടയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ആ പ്രശ്നങ്ങളെ കണ്ട് അധൈര്യപ്പെടുന്നവനല്ല ഒരു യഥാർത്ഥ ദൈവ പൈതൽ. ഹല്ലേലൂയ. മുട്ടിന്മേൽ നിന്ന്, നമുക്ക് യാക്കോബിനെ കുറിച്ച് അറിയാം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കാലിൻ്റെ മുട്ട് എങ്ങനെയാ ഒട്ടകത്തിൻ്റെ മുട്ട് പോലെ ആയി എന്നാണ് പറയുന്നത്. എനിക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ പൊന്നുപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ ഹല്ലേലൂയ അവിടെ ഇവിടെ ഓടിപ്പോകുകയില്ല എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവദാസന്മാർ മാത്രം പ്രാർത്ഥിച്ചാൽ അല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവദാസിമാർ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല ദൈവം കേൾക്കുന്നത്. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ കുറ്റങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ നിലവിളിയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരുവാൻ കഴിയുമോ? നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിടുതലുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്?
അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കണം, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പ്രാർത്ഥന ഒരു ഫാഷനായി മാറരുത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഏറ്റ്, ഹല്ലേലൂയ, അതേ വർണ്ണിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവചനത്തിൽ എന്താണ് പറയുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതൽ കരച്ചിലോടെ, വിലാപത്തോടെ, ദുഃഖത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തുക. ഉപവാസത്തോടെ കടന്നുക. കരച്ചിലോടെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തുക, ഹൃദയ നുറുക്കത്തോടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്നെനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവ പൈതലേ, ഹല്ലേലൂയ. നാം തന്നെയാ നമ്മുടെ അനുഗ്രഹത്തിന് കാരണം. നാം തന്നെയാ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും എവിടെ പോയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥമായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കണം. നമ്മിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ്, ഗ്ലോറി, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കൊന്ന് അടുത്തു വരാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കർത്താവിന്റെ വചനം പറയുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിടുതലുണ്ട്. എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലരുടെ മേലും, ഹല്ലേലൂയ, ഈ നാളുകളായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാം ദൈവമക്കളെ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റായ വിധത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്കതിന് മറുപടിയുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എത്രയോ ഓഫീസുകളിൽ നമ്മൾ കടന്നു പോകുന്നു, എത്രയോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ, ഹല്ലേലൂയ, ഓഫീസിൽ അത് റീകറക്ഷൻ ചെയ്യണമെന്ന് നമ്മളോട് പറയാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇങ്ങനെയെങ്കിൽ പരിശുദ്ധനായ ഒരു ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീതിപരനായ ഒരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, ആ നീതിയുള്ള ദൈവം, പരിശുദ്ധനായ ദൈവം നമ്മളിൽ നിന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, 3 അപ്പം കടം ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന് ലഭിച്ചത് വേണ്ടുവോളം ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കൃപകളും വരങ്ങളും തന്ന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തും എന്നത് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വേദഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ ദൈവമക്കളെ. അവിടെ എങ്ങനെയാണ് കാണുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, വായിച്ച ഭാഗത്തേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും, ഹല്ലേലൂയ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിരന്തരം ഭിക്ഷയാചിക്കേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, ഒരു മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിരുത്തുന്ന ഒരു പതിവുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ പത്രോസും യോഹന്നാനും അപ്പോസ്തലന്മാർ കടന്നു വരുന്നു എന്ന് ഈ മുടന്തനായവൻ അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും? ഓ, എനിക്ക് അപ്പോസ്തലന്മാർ വരുന്നു, എനിക്കിന്ന് ഏറെക്കുറെ അവർ എനിക്ക് തരും എന്നുള്ള പ്രതീക്ഷയോടാണ് താൻ ആയിരിക്കുന്നത്. എന്നാൽ അപ്പൊ ഇവിടെ നമുക്ക് കാണുമ്പോൾ, നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലത് കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. ഇവിടെ 2 നോട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവമക്കളെ. ഇവിടുത്തെ ഈ നോട്ടത്തിന് 2 അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? പത്രോസും യോഹന്നാനും ഉറ്റുനോക്കി.
പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യന് എന്താണ് ഇവർ നോക്കിയതിൻ്റെ അർത്ഥമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവർ നോക്കിയത് ഇവൻ എന്തെങ്കിലും രോഗബാധിതനാണോ എങ്കിൽ ഇവന് കർത്താവ് സൗഖ്യം തരട്ടെ, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവനൊരു വിടുതല ഇവൻ ആവശ്യപ്പെടുന്നെങ്കിൽ നിശ്ചയമായും ഇവന് ലഭിക്കണമെന്നുള്ള അർത്ഥത്തിലാണ് അവർ നോക്കിയത്. അവർ ഉറ്റുനോക്കി. എന്നാൽ ഭിക്ഷക്കാരനും നോക്കി. ഇവന്റെ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ അവർ വലിയ പാർട്ടികളാ. ഹല്ലേലൂയ. അപ്പോൾ അവർ നിശ്ചയമായും എന്തെങ്കിലുമൊക്കെ നൽകും എന്നുള്ള ചിന്തയോടുകൂടി അവർ ഭിക്ഷക്കാരൻ നോക്കി. എന്നാൽ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞത്, ഹല്ലേലൂയ, നോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നാസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസും യോഹന്നാനും പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവമക്കളെ, ഇവിടെ പൊന്നുകൊള്ളേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ ഒന്നും തന്നെ ഞങ്ങളുടെ കൈവശം ഇല്ല. ഞങ്ങൾക്ക് തരുവാനുള്ളത് ഹല്ലേലൂയ ഒന്നേ ഒന്ന്. നാസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, എന്താണ് സംഭവിച്ചത്? ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, നമ്മുടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പത്രോസും യോഹന്നാനും പ്രൈസ് ദി ലോർഡ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് നാസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് മാത്രയിൽ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ, അവന്റെ നരിയാണി ഉറച്ചു. അവൻ എഴുന്നേറ്റ് ഒന്ന് നിന്നു, ഒന്ന് തുള്ളി നോക്കി നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, അവൻ നേരെ ദേവാലയത്തിലേക്ക് കടന്നു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ. സുഖം പ്രാപിച്ചവർ അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ചവർ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചവർ, നന്മകൾ പെറ്റവർ, അനുഭവം ഉള്ളവർ, ദൈവമക്കളെ, അവർ നേരെ ആലയത്തിലേക്കാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ നേരെ ആലയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ താൻ എന്താണ് ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തന്നെ നിരന്തരം ഈ ആലയത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇരുത്തുവാനായിട്ട് ചില മുടന്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാത്തവർ അവർ ഇന്നും ആലയത്തിന് പുറത്ത് തന്നെയാ. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പലവിധമാകുന്ന നഷ്ടങ്ങൾ, പലവിധമാകുന്ന ശാപങ്ങൾ, പലവിധമാകുന്ന മുടന്തുകൾ പ്രാപിച്ചവർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, ഹല്ലേലൂയ, സൗഖ്യം പ്രാപിച്ചവൻ അവൻ തന്നെ സാക്ഷീകരിക്കുവാൻ അവൻ ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. മറ്റുള്ളവരോ ആലയത്തിന് പുറത്താ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ഹല്ലേലൂയ, ദൈവജനമേ, എത്രയോ അനേകായിരങ്ങൾ മുടന്ത് പ്രാപിച്ചവരായി ആലയത്തിന് പുറത്ത് നിൽക്കുന്നു, അകത്തേക്ക് പോകുവാൻ കഴിവില്ലാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലുള്ള മുടന്ത് എന്താണ്? ഹല്ലേലൂയ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളോ, കുടുംബജീവിതത്തിലെ സമാധാനമില്ലായ്മയോ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളോ, രോഗം നിങ്ങൾക്കൊരു മുടന്താണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫൈനാൻഷ്യലി നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നുവോ? കടൻ പ്രോബ്ലത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയോ? കുഞ്ഞുങ്ങളില്ലാതെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം ഞങ്ങൾക്ക് സമാധാനം തരുന്നില്ല. ഹല്ലേലൂയ. ലോകം ഞങ്ങളെ നിന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, ആര് തന്നെ ആയിരുന്നാലും യേശു കർത്താവിന്റെ അരികിലേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന മനിതന് സൗഖ്യം ദൈവം ദാനം ചെയ്തു. അവന്റെ മുടന്തം മാറി. അവൻ നിന്നു, നടന്നു, അവൻ ഓടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ദൈവ പൈതലേ, അനുഗ്രഹം പ്രാപിച്ചവർ ഒരു നാളും ബ്രേക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ചിലർ കണ്ടിട്ടില്ലേ, ചില ആലയങ്ങളിൽ പ്രാർത്ഥിച്ച് അവർ ദൈവത്തെ അറിഞ്ഞാൽ ഉടൻ തന്നെ ചില വ്യക്തികൾ, ചില മഹൽ വ്യക്തികൾ വന്നിട്ട് പറയും, ഞങ്ങളുടെ ചർച്ച് വരണേ, ഞങ്ങളുടെ ആലയത്തിൽ വരണേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ എവിടെ നിനക്ക് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുവാൻ കഴിഞ്ഞുവോ? ദൈവം നിനക്ക് ചെയ്ത നന്മകളെ നിനക്ക് എവിടെ നിന്ന് നിനക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞുവോ? നിന്നെ ആരും മാറ്റാൻ കഴിയുകയില്ല. നിനക്ക് അവിടെ നിന്നൊരു മാറ്റം കൊടുക്കുവാൻ കഴിയില്ല. നിന്നെ ദൈവമാണ് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നീ കവലപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കട്ടെ.
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇനിയും ഭിക്ഷക്കാരന് ഭിക്ഷയെടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് അറിയാമോ? അവന്റെ മുടന്തം മാറി. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ചു. അവൻ സൗഖ്യമുള്ളവനായി യേശുവിനെ അവൻ കണ്ടുമുട്ടി. പ്രിയരെ, യേശു കർത്താവ് സകല രോഗങ്ങൾക്കും സൗഖ്യദായകനാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുടന്തം മാറും, നിന്റെ കുഞ്ഞിന്റെ രോഗം മാറും. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളെ കണ്ട് അധൈര്യപ്പെടുക അല്ല വേണ്ടിയത്. പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവ പൈതലേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളിൽ നീ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ, നിശ്ചയമായും നിന്റെ പ്രശ്നങ്ങളിൽ ഒരു വലിയ വിടുതൽ കാണുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. എസ്തേറിന്റെ നിലവിളി കേട്ട ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹാഗറിന്റെ കണ്ണുനീര് കണ്ട ദൈവം നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രാർത്ഥിക്കാം നമുക്ക് ദൈവമക്കളെ. ആ കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, 3 അപ്പം കടം ചോദിച്ചവന് വേണ്ടുവോളം കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവേലെ മുടന്തനായിരുന്ന മനുഷ്യന്റെ മുടന്തം മാറുവാനിടയായി. അവൻ സൗഖ്യദായകനായി. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ് നമ്മുടെ പ്രശ്നങ്ങളിലും വലിയൊരു വിടുതലയക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഹല്ലേലൂയ. 3 അപ്പം കടം ചോദിച്ചവൻ വേണ്ടുവോളം നൽകി അവനെ തൃപ്തനാക്കുവാൻ സ്വർഗം മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. പിറവിയിലെ വിടന്തനായി വരുന്ന മനുഷ്യന് വിടുതൽ നൽകുവാൻ കർത്താവ് മതിയായവൻ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പോരാട്ടങ്ങൾ, പോരായ്മകൾ, കുറവുകൾ എന്താണ് നീ നാളുകളായി ഞങ്ങളെ വെളിപ്പെടുത്തണമേ അപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. സകലത് ഞങ്ങൾക്ക് ആ ജീവന പിടിഞ്ഞ രക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലിയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ അഡ്മിന്മാർ, ഒരു കുടുംബങ്ങൾ, കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്രയും സമയം എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന, ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടും ഹൃദയത്തിന്റെ ഭാഷകളോട് നന്ദി അർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് മതിയായവനാ. നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ വിടുതലും ആശ്വാസവും നൽകുവാൻ തക്കൊണ്ട് മതിയായവനാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. രാജാതി രാജാവായി വരാൻ പോകുന്ന മശിഹയെ വരവേൽക്കുവാൻ, മണവാളനെ വരവേൽക്കുവാൻ മണവാട്ടിയാകുന്ന നാം വിശുദ്ധിയോടും വേർപാടോടും കൂടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ നമ്മളെ തന്നെ, ഹല്ലേലൂയ, കാന്തയാകുന്ന നമ്മളെ തന്നെ ഒരുക്കി, ഹല്ലേലൂയ, ഈ നാളുകളായി കർത്താവിൻ്റെ വരവിനായി നമുക്കേവർക്കും കാത്തിരിക്കാം. പ്രിയരെ, കർത്താവ് ഈ ചെറിയ ആലോചനയിലൂടെ നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.